Today we can discuss about implicit intent. Already we have discussed what is intent and how to implement explicit intent when application അല്ലേ എങ്ങനെയാണ് ഒരു എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് ഒരു ലാബ് സെഷനിൽ ചെയ്തതാണ്. ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു മെസ്സേജ് പാസിംഗ് ആണ്. ദറ്റ് മീൻസ് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ കമ്പോണൻസ് ആയിട്ട് 4 കമ്പോണൻസ് ആണുള്ളത്. ആക്ടിവിറ്റി, സർവീസസ്, ബ്രോഡ്കാസ്റ്റ്, റിസീവേഴ്സ് ആൻഡ് കണ്ടൻറ് പ്രൊവൈഡർ. 4 കമ്പോണൻസ് ആണുള്ളത്. ഈ കമ്പോണൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇൻറ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പാണുള്ളത്, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റിൻ്റെ അകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലോട്ട് എങ്ങനെ പോവാം, അതാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനിൽ നിന്നിട്ട് ആപ്ലിക്കേഷൻ്റെ പുറത്തുള്ളൊരു കമ്പോണൻ്റായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആപ്ലിക്കേഷൻ്റെ പുറത്തുള്ളൊരു ബ്രൗസറായിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഔട്ട്സൈഡിലോട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് പാസ് ചെയ്യാം, അതാണ് ഇംപ്ലിസിറ്റ് എക്സ്റ്റെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വി ക്യാൻ സീ ദ ഔട്ട്പുട്ട്. ഓക്കെ, ഇവിടെ എന്താണ്, ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബട്ടൺ ഉണ്ട്. ടെക്സ്റ്റ് വ്യൂവിൻ്റെ അകത്ത് ഓൾറെഡി ഒരു കണ്ടൻറ് ഉണ്ട്, http://www.google.com ആൻഡ് ബട്ടൻ്റെ ക്യാപ്ഷൻ വന്നിട്ടുള്ളത് വിസിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ പർട്ടിക്കുലർ വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിതിവിടെ വെബ്സൈറ്റ് മാറ്റി കൊടുക്കുകയാണ്. google.com പകരം facebook.com എന്ന് കൊടുത്തു. വിസിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു, കറസ്പോണ്ടിങ് ലോഗിൻ പേജിലോട്ട് ലോഡ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ദ ആപ്ലിക്കേഷൻ. ദെൻ വി ക്യാൻ ചെക്ക് ദ കോഡ്. ഓക്കെ, AID എടുക്കുക, ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ്, കണ്ടിന്യൂ ഫോർ. ദെൻ പുതിയൊരു പ്രൊജക്റ്റ് എടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മുടെ XML ഫയലും ഉണ്ടാവും, XML പേജും ഉണ്ടാവും, ജാവ പേജും ഉണ്ടാവും. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കറസ്പോണ്ടിങ് ഫയലിൻ്റെ അകത്ത് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് MyApp2 എന്ന് പറഞ്ഞ പേരിലാണ്. അല്ലെ APPക്കകത്ത് SRCക്കകത്ത് ജാവ ഫയലും RES ഫയലും ഉണ്ട്. RESൻ്റെ അകത്ത് ലേഔട്ടിൻ്റെ അകത്താണ് XML ഫയൽ ഉണ്ടാവുക. ജാവ ഫയലിൻ്റെ അകത്ത് മെയിൻ ജാവ ഫയലും ഉണ്ട്. 2 ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് XML ഫയലൊന്ന് നോക്കാം. ഓക്കെ, XML ഫയലിൻ്റെ അകത്ത് നമ്മൾ കണ്ടു, എന്താ കണ്ടത് നമ്മൾ XML ഫയലിൻ്റെ അകത്ത് ഒരു എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. ഓക്കെ, ടെക്സ്റ്റ് വ്യൂ അല്ല കേട്ടോ, എഡിറ്റ് ടെക്സ്റ്റ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസർക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറ്റുന്ന കൺട്രോളാണ്. സോ എഡിറ്റ് ടെക്സ്റ്റ് ലീനിയർ ലേഔട്ടിൻ്റെ അകത്ത് ഫസ്റ്റ് പ്ലേസ് ചെയ്ത കൺട്രോള് എന്താണ്, എഡിറ്റ് ടെക്സ്റ്റ് ആണ്. ലീനിയർ ലേഔട്ടിൻ്റെ അകത്ത് ഓറിയൻറ്റേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ കോളം വൈസ് ആയിരിക്കും കൺട്രോൾസ് പ്ലേസ് ചെയ്ത് വരുന്നത്. ദെൻ എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൺട്രോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ID, ടെക്സ്റ്റ്, ലേഔട്ട് വിഡ്ത്ത്, ലേഔട്ട് ഹൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ID എന്ന് പറഞ്ഞിട്ട് ET എന്നുള്ളൊരു വാല്യൂ ആണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് http://www.google.com എന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ വാല്യൂ എന്താണോ കൊടുത്തിട്ടുള്ളത് അതായിരിക്കും നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ ലോഡ് ചെയ്യുമ്പോൾ കാണിക്കുക. ഓക്കെ, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണിക്കുക. അവിടെ ടെക്സ്റ്റിന് വാല്യൂ കൊടുത്തേക്കുന്ന കാരണമാണ് ആ ഒരു പർട്ടിക്കുലർ അഡ്രസ്സ് എഡിറ്റ് ടെക്സ്റ്റിൻ്റെ അകത്ത് വരാൻ കാരണം. ഓക്കെ, ദെൻ ലേഔട്ടിൻ്റെ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് വാല്യൂ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ആ ഒരു ആട്രിബ്യൂട്ട് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം. ഓക്കെ, ദെൻ ബട്ടൺ വെച്ചു, ബട്ടൻ്റെ ID B ആയിട്ട് സ്പെസിഫൈ ചെയ്തു. ടെക്സ്റ്റ് വാല്യൂ വിസിറ്റ് എന്ന് കൊടുത്തു. ഓർ യു ക്യാൻ യൂസ് ക്ലിക്ക് ഹിയർ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ ലേഔട്ട് വിഡ്ത്തും ലേഔട്ട് ഹൈറ്റും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, എല്ലാം റാപ്പ് കണ്ടൻ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് ദ XML പേജ്. ഈ XML പേജ് ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് ദ കറസ്പോണ്ടിങ് മെയിൻ ആക്ടിവിറ്റി ജാവ പേജ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേ ഇമ്പോർട്ടൻറ്റ് APIs വന്നിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് തന്നെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന ക്ലാസ്സിൽ 2 ഒബ്ജക്ട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബട്ടൺ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് B ആണ്. സെക്കൻഡ് വൺ ഈസ് ദ എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ET. ദെൻ ഓൺ ക്രിയേറ്റ് മെത്തേഡിൻ്റെ അകത്ത് സെറ്റ് കണ്ടൻറ്റ് വ്യൂ കഴിഞ്ഞിട്ട് ഈ 2 വേരിയബിൾസിനെയും ഈ 2 ഒബ്ജക്ട്സിനെയും ഞാൻ എന്ത് ചെയ്തു, ഫൈൻഡ് വ്യൂ ബൈ ID വെച്ചിട്ട് കറസ്പോണ്ടിങ് XML ഫയലിലെ കൺട്രോൾസ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. സോ ബിയുടെ വാല്യൂ XML ഫയലിലെ
ബട്ടൺ എന്ന് പറയുന്ന കൺട്രോളിനെ വെച്ചിട്ടാണ് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ XML ഫയലിലെ എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റായിട്ടും ബൈൻഡ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ എന്താണോ എഡിറ്റ് ടെക്സ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കറസ്പോണ്ടിങ് അഡ്രസ്സിലോട്ട് നമ്മുടെ ആപ്ലിക്കേഷനെ റീഡയറക്റ്റ് ചെയ്യണം അല്ലേ. സോ ബി ഡോട്ട് ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിലാണിത് ഒക്കർ ചെയ്യേണ്ടത്. സോ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബി ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ, ഫസ്റ്റ് ലിസണറിനെ രജിസ്റ്റർ ചെയ്യണം. സോ ഇവിടെ ഓൺ ക്ലിക്ക് ലിസണറിനെ രജിസ്റ്റർ ചെയ്തു. ബി ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ഓഫ് ന്യൂ വ്യൂ ഡോട്ട് ഓൺ ക്ലിക്ക് ലിസണർ. ഓക്കെ, ഈ മെത്തേഡ് ഡിഫൈൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 1-2 പ്രോഗ്രാംസ് നമ്മൾ ചെയ്തല്ലോ. ദെൻ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന മെത്തേഡ് ഡിഫൈൻ ചെയ്തു. ഓൺ ക്ലിക്ക് മെത്തേഡിൻ്റെ അകത്ത് എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ നോക്കിക്കേ, ബി ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ പരാൻതസിസ് ഓപ്പൺ ചെയ്തു. ആ ഓപ്പൺ ചെയ്ത പരാൻതസിസ് ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്, ലാസ്റ്റ് ചെയ്യുന്ന തേർഡ് കേർലി ബ്രേസസ് കഴിഞ്ഞിട്ടാണ് ആ പരാൻതസിസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് ബൈ യൂസിങ് അനോണിമസ് ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് ലിസണറിനെ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അനോണിമസ് ക്ലാസ് വിത്തൗട്ട് യൂസിങ് ദ നെയിം ഓഫ് എ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓൺ ക്ലിക്ക് മെത്തേഡിന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അനോണിമസ് ആയിട്ടാണ് ഇവിടെ നമ്മൾ ഓൺ ക്ലിക്ക് മെത്തേഡിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഓൺ ക്ലിക്ക് മെത്തേഡിൻ്റെ അകത്ത് ഞാനൊരു സ്ട്രിങ് ഒബ്ജക്റ്റിനെ ഡിക്ലെയർ ചെയ്തു. URL എന്നുള്ളൊരു സ്ട്രിങ്ങിനെയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ ആയിട്ട് ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് ഡോട്ട് ടു സ്ട്രിങ് എന്നാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദറ്റ് മീൻസ് നമ്മൾ എഡിറ്റ് ടെക്സ്റ്റിൻ്റെ അകത്ത് എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് ആ വാല്യൂവിനെയാണ് URL വെച്ചിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ എഡിറ്റ് ടെക്സ്റ്റിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് ഡോട്ട് ടു സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് URL എന്ന് പറയുന്ന സ്ട്രിങ് ഒബ്ജക്റ്റിലോട്ട് നമ്മൾ എഡിറ്റ് ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് ഐനെ ക്രിയേറ്റ് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു അതിൻ്റെ ഇനിഷ്യലൈസേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ന്യൂ ഇൻറ്റൻറ്റ് ഓഫ് 2 ആർഗ്യുമെൻറ്റ്സ് ആണ് പാസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റൻറ്റ് ഡോട്ട് ആക്ഷൻ വ്യൂ. ഓക്കെ, ഇൻറ്റൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്തൊരു സ്റ്റാറ്റിക് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ആക്ഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രസൻറ്റ് ദ ഡാറ്റ ടു ദ യൂസറിനോട്ട് ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസറിന് ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യാം. ഇൻറ്റൻറ്റ് ഡോട്ട് ആക്ഷൻ വ്യൂ URI ഡോട്ട് parse of URL. URI means uniform resource identifier dot parse. URL എന്താണോ URL അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, പാർസ് ചെയ്യുന്നുണ്ട് യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയറിലോട്ട്. ഓക്കെ, ദെൻ ആ കറസ്പോണ്ടിങ് URLലോട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ കറസ്പോണ്ടിങ് URLലോട്ട് വേണം നമ്മൾ റെഫർ ചെയ്യാനായിട്ട്. അവിടേക്കാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് എന്താ URI ഡോട്ട് പാർസ് ഓഫ് URL വെച്ച് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പേജിലോട്ടാണ്, ആ പേജിനെയാണ് എൻഡ് യൂസറിന് വ്യൂ ചെയ്യിക്കേണ്ടത്. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് ഐ എന്ന് പറയുന്ന ഇൻറ്റൻറ്റിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്ന മെത്തേഡും കോൾ ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ വിത്തിൻ ദ മെയിൻ ആക്ടിവിറ്റി. ദെൻ വി ക്യാൻ റൺ ദ ആപ്ലിക്കേഷൻ. Install, open. ഇവിടെ നമ്മൾ ഓൾറെഡി google.com എന്ന് പറയുന്ന URL വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മളവിടെ എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അവിടെ വാല്യൂ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ വാല്യൂ വരില്ല. ഓക്കെ, ദെൻ വിസിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, www.google.com നമ്മളെ റെഫർ ചെയ്ത് കൊണ്ടുപോകും, റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, ഇനി ഈ വാല്യൂ നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, ദെൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പേജിലോട്ട്, ആ വെബ്സൈറ്റിൽ കറസ്പോണ്ടിങ് പേജിലോട്ടായിരിക്കും നമ്മൾ റീഡയറക്റ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ.